നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ S3 MAT 201 സിലബസിൻ്റെ 4th മൊഡ്യൂളിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് എങ്ങനെയൊക്കെ ഫോർമുല വരുന്നുണ്ട്, ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് സിലബസിനകത്ത് നോക്കി പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ ഫോർമുല എല്ലാം ഡിസ്കസ് ചെയ്യും. കുറച്ച് പ്രോബ്ലംസാണ് ഇന്നത്തെ വീഡിയോയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഷീസ് ഇൻ്റഗ്രൽ തിയറം അല്ലെങ്കിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം വിത്തൗട്ട് പ്രൂഫ് ഫോർ ഓൺ എ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ അടുത്തെന്താ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വിത്തൗട്ട് പ്രൂഫ്, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ, ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഇന്ന് കവർ ചെയ്യും. പക്ഷേ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് തീരുമ്പോൾ നമുക്ക് 2-3 വീഡിയോസ് വേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഫോർമുല ഞാനിതിപ്പോൾ പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തുവാന്ന് നോക്കാമോ. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? ഇഫ് എ ഫംഗ്ഷൻ f of z is analytic at all points inside and on a simple closed curve C. ഒരു സി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇങ്ങനെ ഇതാണ് സി. ഈ കർവിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്, എ എന്ന് പറയുന്ന പോയിന്റ്. ഇതിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. എഫ് ഓഫ് ഇസഡ് ഇസ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ അറ്റ് ഓൾ പോയിന്റ്സ് ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. ഇതിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇൻസൈഡ് സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് അകത്തുള്ള പോയിന്റിൽ മാത്രം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്നാണ്. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻ്റഗ്രേഷനിൽ സാധാരണ രീതിയിലൊന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. ഈ ഫോർമുല യൂസ് ചെയ്താൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇതുപോലൊരു പോളിനോമിയലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡിന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ പാർട്ട് 0 ആയി പോകുന്നില്ല. അതായത് ആ ഒരു പോയിന്റിൽ മാത്രം ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റ് കർവിനകത്താണെങ്കിൽ, സി എന്ന് പറയുന്ന കർവിനകത്താണ് ഈ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് എങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറയുമ്പോഴേക്കും ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ ഈ ഫോർമുലേനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി തരുവാണേ. ഇത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫോർമുല ഇങ്ങനെ പറയുന്നത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓർമ്മിച്ച് വെക്കുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു ഓക്കെ 2πi ഇൻറ്റു എഫ് ഓഫ് എ ഇഫ് എ ലൈസ് ഇൻസൈഡ് സി. ഇഫ് എ ലൈസ് ഇൻസൈഡ് സി എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ എ എന്ന് പറയുന്ന പോയിന്റ് പുറത്താണെങ്കിലോ എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ലേ? ഈ കർവിനകത്തല്ല, പുറത്താണ് ഈ എ എന്ന് പറയുന്ന പോയിന്റ് വന്ന് എന്താ സംഭവിക്കാന്ന്? അങ്ങനെയാണെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0 ആണ് വരിക. ഓക്കെ, അപ്പം പ്രോബ്ലം ചെയ്യുന്ന രീതിക്ക് ഇങ്ങനെയാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മളിവിടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞു. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞതിന് മുന്നേ നിങ്ങൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്ന സിലബസിനകത്ത് കണ്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ ആ കോഷീസ് ഇൻ്റഗ്രൽ തിയറമാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് കോഷീസ് തിയറം. ഇനി തീർന്നിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരാളുടെയെങ്കിലും മനസ്സിൽ ചിലപ്പോൾ തോന്നും, ഇത് ടീച്ചർ പറഞ്ഞത് ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞിട്ട് കോസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 എന്ന് പറഞ്ഞു വന്നാൽ ടീച്ചർ ഈ പറഞ്ഞതുപോലെ സി എന്ന് പറയുന്ന കർവിനകത്താണ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് നോക്കിയിട്ട് ഈ ഫോർമുല പോലെ ചെയ്യാം. അപ്പം എപ്പോഴും ഇസഡ് മൈനസ് 1 എന്നല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഇസഡ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുവാണ്. അങ്ങനെ വരുന്ന കേസിൽ അതായത് ഡിനോമിനേറ്റർ ഇസഡ് മൈനസ് 1 അല്ലെങ്കിൽ ഇസഡ് മൈനസ് എ എന്നല്ലാണ്ട് അവിടെ പവറും കൂടെ വരുവാണെങ്കിൽ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഒന്ന് നമ്മൾ മാറ്റും. അപ്പം അത് നോട്ടെന്ന് പറഞ്ഞ് എഴുതിക്കോളെ. അപ്പം അവിടെ ഫോർമുല വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ പവർ എൻ എന്നുള്ള, അതായത് ക്യൂബ് വന്നില്ല, അതുപോലെ ഡി ഇസഡ് എന്ന് വരുവാണെങ്കിൽ ഫോർമുലയ്ക്ക് വരുന്ന വ്യത്യാസം ഇതാണ്. 2πi by n minus 1 factorial into f n minus 1 dash of a. Dash എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എ. ഓക്കെ, ഇഫ് എ ലൈസ് ഇൻസൈഡ് സി. ഇതാണ് നമ്മുടെ ഫോർമുല. എന്തുകൊണ്ട് ഫോർമുലയുടെ വ്യത്യാസം? ഇപ്പോൾ ഇതേപോലെ ഈ ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് അകത്ത് വരുവാണെങ്കിൽ ഫോർമുല
2πi/n-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ 2 ഫാക്ടോറിയൽ ഇൻറ്റു f" എന്ന് പറയും. ഇസ് ഇറ്റ് ഈക്വൽ ടു 1. എപ്പോഴും മാത്രം ഇഫ് എ ലൈസ് ഇൻസൈഡ്, ഈ 1 എന്ന് പറയുന്ന പോയിന്റ് അകത്താണെങ്കിൽ മാത്രമാണ് ഈ ഫോമിൽ ഇങ്ങനെയായിട്ട് മാറുന്നത്. അതല്ല എന്നുണ്ടെങ്കിലോ ഇഫ് എ ലൈസ് ഇൻസൈഡ് അല്ല ഔട്ട്സൈഡ് എന്നുള്ള കേസാണ് വരണമെങ്കിലോ ഔട്ട്സൈഡ് സി എന്നാണ് വരണമെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കൂടെ പഠിക്കാനില്ലേ. അപ്പോൾ അതിൻ്റെ ഫോർമുലയും ചെയ്തേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ടോപ്പിക്കിനകത്ത് വരുന്ന എല്ലാ ഫോർമുലയും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, തിയറം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണുള്ള ഇതൊരൊറ്റ കാര്യം കൊണ്ട് ഫോർമുല തീർന്നു, പക്ഷേ പ്രോബ്ലം പല ടൈപ്പാണുള്ളത്. അപ്പോൾ അത് നമുക്കൊരു 1-2 വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം തുടങ്ങാം. ഇനി ഫോർമുല മറന്നു പോരുത്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മറിച്ച് നോക്കാം. എന്നാൽ ഈ ഫോർമുല നന്നായിട്ട് എഴുതി വെച്ചോളൂ, എങ്കിൽ അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് പൈ z ബൈ z മൈനസ് 2 dz വെയർ സി ഈസ് മോഡ് z ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഒന്നും അവർ പറയുന്നില്ല, പക്ഷേ ഇൻ്റഗ്രേഷനാണ് ചെയ്യാനുള്ള. ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് z ഈക്വൽ ടു e⁻θ എന്നൊരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതല്ല മോഡ് z ഈക്വൽ ടു 3 വരുന്നതാണ്. ന്യൂമറേറ്ററിൽ ഇങ്ങനെ f(z) ഉണ്ട്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് വരണമെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ആ കേസ് അപ്ലൈ ചെയ്താൽ മതി. അതല്ല z ഈക്വൽ ടു e⁻θ എന്നുള്ളത് കൊടുക്കാൻ നിൽക്കേണ്ട. ഓക്കെ, മോഡ് z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? മോഡ് z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അത് സർക്കിളാണ് വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 3. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? മോഡ് z ഇസ് ഈക്വൽ ടു 3 എന്നാൽ നമുക്ക് തന്നെ √(x² + y² ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. കാരണം z എന്ന് പറഞ്ഞാൽ x + iy ആണ്. മോഡുലസ് ഓഫ് x + iy എന്ന് പറഞ്ഞാൽ √(x² + y² ആണ് അല്ലേ? മോഡുലസ് ഓഫ് x + iy-നെ നമുക്ക് √(x² + y² എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് എഴുതിയത്. ഇങ്ങനെ റൂട്ട് പോകാനായിട്ട് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ x² + y² ഇസ് ഈക്വൽ ടു 9 എന്നായി. ഇക്വേഷൻ കണ്ടപ്പോൾ തന്നെ എന്തറിയാം നമുക്ക്? ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 3 ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ മോഡ് z ഈക്വൽ ടു 3 എന്ന് തരുന്നതിന് പകരം വേണമെങ്കിൽ x² + y² ഇസ് ഈക്വൽ ടു 9 എന്നുള്ള ഫോമിലും തരാറുണ്ട്. അങ്ങനെ തന്നാലും നമുക്ക് എളുപ്പം തന്നെയാണ്. മോഡ് z ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാം. ഞാൻ രണ്ട് രീതിയിൽ ചോദിച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞേക്കുന്നത് നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്തുവാ എ എന്ന് പറയുന്നത്, അതായത് z - 2ൽ 2 എന്ന് പറയുന്ന ആൾ കർവിനകത്താണെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് 2 കണ്ടുപിടിക്കണേ? z - 2നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം z ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? z ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് z ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ആ ഫംഗ്ഷൻ എന്താവത്തില്ല? അനലിറ്റിക് ആകത്തില്ല. ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൻ്റിൽ ഉണ്ടല്ലോ കോസ് പൈ z ബൈ z - 2 എന്ന് പറയുന്നത് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് അറ്റ് z ഇസ് ഈക്വൽ ടു 2. ഇതിൻ്റെ മീനിങ് അതാണ്. ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൻ്റ് ഈസ് അനലിറ്റിക്. ഇൻ്റഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാണ്? കോസ് പൈ z ബൈ z - 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുള്ളത് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് അറ്റ് z ഇസ് ഈക്വൽ ടു 2. z ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ പോയിട്ട് ബാക്കി എല്ലാ പോയിന്റിലും ആ ഫംഗ്ഷൻ അനലിറ്റിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ് കർവിനകത്താണെങ്കിൽ എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. ഇനി z ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ പോയിന്റ് കർവിനകത്താണോ പുറത്താണോ നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് മോഡ് z ഈക്വൽ ടു 3 ആണ് അല്ലേ? നമ്മുടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോയിന്റ് എന്തുവാണ്? അറ്റ് z ഇസ് ഈക്വൽ ടു 2. z ഈക്വൽ ടു 2 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഗിവൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഡ് z ആണ്. മോഡ് z ഈക്വൽ ടു 3 ആണ്. നമ്മൾ മോഡ് z-ൽ z-ന്റെ സ്ഥാനത്ത് z ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 2 എന്ന് വരും. മോഡുലസ് ഓഫ് x + iy എന്ന് പറഞ്ഞാൽ √(x² + y² ആണെങ്കിൽ ഇവിടെ ഇമേജിനറി പാർട്ടിൽ വരും, റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? √2ൻ്റെ സ്ക്വയർ, ദറ്റ് ഇസ് √4. √4 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഈ കിട്ടുന്ന വാല്യൂ ഈ തന്നിരിക്കുന്ന റേഡിയസിനെക്കാളും ചെറുതാണെങ്കിൽ ഇൻസൈഡ്, റേഡിയസിനെക്കാളും വലുതാണെങ്കിൽ ഔട്ട്സൈഡ്. ഈക്വൽ ടു ആണെങ്കിലും നമ്മൾ ഇൻസൈഡ് ആൻഡ് ഓൺ ദ കർവ് എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൺ ആണെങ്കിലും ആ കർവിന് പുറത്ത് വന്നാലും നമുക്കത് ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ വരണമെങ്കിൽ എന്താ എൻ്റെ അർത്ഥം? therefore z ഈക്വൽ ടു 2 ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവ് മോഡ് z ഈക്വൽ ടു 3. ആ കർവിനകത്താണ് z ഈക്വൽ ടു എന്നുള്ള പോയിന്റ് കിട്ടിയത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മോഡ് z എന്ന് പറയുന്നത് എന്താണോ തന്നിരിക്കുന്നത് അതിനകത്ത് z-ന്റെ സ്ഥാനത്ത് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക മോഡ് x + iy ഇസ് ഈക്വൽ ടു √(x² + y² ആണ്. അതനുസരിച്ച് ഇവിടെ ഇമേജിനറി പാർട്ടിൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് √4 ആയി. √4നെ 2 എന്ന് എഴുതി, വിച്ച് ഈസ് ലെസ് ദാൻ 3.
നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമേ. ഇപ്പോൾ എന്തായാലും റിയൽ പാർട്ട് മാത്രമേ അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ആ പോയിന്റ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഈ റേഡിയസിനേക്കാളും ചെറുതാണ്. അങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയാലും മതി മനസ്സിലാവുന്നുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ Z = 2 ലൈസ് ഇൻസൈഡ് സി. കർവിനകത്താണ്, മനസ്സിലായി. കർവിനകത്താണെങ്കിൽ നമ്മുടെ എന്തുവാണ്? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഞാൻ ഫോർമുല എഴുതുവാണ്. നമ്മുടെ ഫോർമുല എന്തുവായിരുന്നു? ഇൻ്റഗ്രൽ ഓവർ സി f of z by z minus a dz is equal to 2 pi i into f of a. ഇതാണ് നമ്മുടെ ഫോർമുല. ഇഫ് a lies inside c, അല്ലേ? അപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ സി f of z എന്ന് പറയുന്നത് ഇവിടെ cos pi z by z minus 2 dz എന്ന് പറയുന്നത് എന്താവും? 2 pi i into f of 2. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ f of z എന്തുവാണ്? ഈ ക്വസ്റ്റ്യനിൽ നോക്കി ന്യൂമറേറ്റർ ആണ് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ കോസ് പൈ ഇസഡ്. നമ്മൾ ഇസഡിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇത് കോസ് 2 പൈ എന്നാവും. കോസ് 2 പൈൻ്റെ ആൻസർ എന്തുവാണ്? 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 2ൻ്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് 2 പൈ ഐ എന്ന് കിട്ടി. ഇവിടെ വേണമെങ്കിൽ 2 പൈ ഐ ഇൻറ്റു കോസ് 2 പൈ എന്ന് എഴുതിയിട്ട് പിന്നെ അടുത്ത് 2 പൈ ഐ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിൽ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സൈഡിലൊരു വര വരച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ന്യൂമറേറ്റർ എഫ് ഓഫ് ഇസഡ് കോസ് പൈ ഇസഡ് ആണ്. ദെർഫോർ എഫ് ഓഫ് 2 = കോസ് 2 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ എഴുതിയാലും മതി. ഇത് 5 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഒക്കെയാണല്ലോ ഇത്. നമ്മൾ ആദ്യം പറഞ്ഞ ഫോമിൽ ഞാനിവിടെ അപ്ലൈ ചെയ്തു. നമുക്ക് ഇനി കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവേ. സപ്പോസ് ഇങ്ങനെ അല്ല, മോഡ് Z = 3 എന്നല്ല, x² + y² = 9 എന്നാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡ് Z = 3 എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു സർക്കിൾ വരച്ച് നോക്കിയാൽ മതി. സെൻറ്റർ 0 0 അതിൻ്റെ റേഡിയസ് 3 ഉള്ള സർക്കിൾ. Z = 2. Z = 2 എന്ന് പറഞ്ഞാൽ ഇത് 3 റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പോൾ Z = 2 എന്ന് പറഞ്ഞാൽ മുന്നേ വരുന്നത്, അപ്പോൾ അകത്തുള്ളതാണ്. അങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. എപ്പോഴും സർക്കിൾ അല്ലേ, ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് എലിപ്സ് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ എലിപ്സ് തരുന്ന ക്വസ്റ്റ്യനകത്ത് ഈ പടം ഇതുപോലെ വരച്ച് നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ സർക്കിളിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, മെജോറിറ്റി പ്രോബ്ലം സർക്കിളാണ് ചോദിക്കാറ്. ഒരു പ്രോബ്ലം ഉണ്ട് എലിപ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പടം വരച്ചിട്ട് പടത്തിന് അകത്താണോ എന്നുള്ള രീതിയിൽ വേണേലും ഈ പ്രോബ്ലം നോക്കാം. ഓക്കെ ആണേ, ഈ പ്രോബ്ലം നല്ലോണം മനസ്സിലാവുക. ഒരിക്കൽ കൂടെ കേട്ട് നോക്കും. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലായെങ്കിൽ മാത്രം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണ്ടേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി e⁻z by z + 1 dz where c is mod z + 1 is equal to 1/2 എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നിങ്ങളെ, നമുക്ക് കർവ് എന്ന് പറയുന്നത് സർക്കിൾ തന്നെയാണ് തന്നിരിക്കുന്നത്. സർക്കിൾ നമ്മൾ വരച്ച് നോക്കേണ്ടത്. നമുക്ക് സർക്കിളാണ് മോഡ് Z + 1 = 1/2 എന്ന് പറഞ്ഞാൽ 1/2 റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. Z + 1 = 0, അപ്പോൾ Z = -1 എന്ന് കിട്ടി. ഈ പോയിന്റ് കർവിനകത്താണോ പുറത്താണോ നോക്കണം. അപ്പോൾ അറ്റ് Z = -1, Z ന് -1 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോഡ് Z + 1 എന്നുള്ളത് എങ്ങനെയായി മാറും? മോഡ് Z + 1 എന്ന് ഇവിടെ വന്നിരിക്കുന്നത്. മോഡ് Z എന്ന് മാത്രമല്ല. അപ്പോൾ Z സ്ഥാനത്ത് -1 കൊടുക്കുമ്പം ഇതെങ്ങനെയാണ് വരണേ? -1 + 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 0. മോഡുലസ് ഓഫ് 0 എന്തുവാണ്? 0 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1/2. 1/2നെക്കാളും ചെറുതാണ്. Therefore Z = -1 ലൈസ് ഇൻസൈഡ് സി. തന്നിട്ടുള്ള കർവിനകത്താണ്. തന്നിട്ടുള്ള കർവിനകത്താണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഏതാ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണേ? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z by z minus a dz is equal to 2 pi i into f of a എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യണേ. ആ ഫോർമുല അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ സി e⁻z by z + 1 dz is equal to 2 pi i into a എന്ന് പറയുന്നത് ഇവിടെ എന്താ? -1 ആണ്. അപ്പോൾ f of -1. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് f of z എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലുള്ള സാധനമാണ് f of z, e⁻z. ഇസഡിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ ഇത് e⁻1 എന്നാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi i into e⁻1. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിങ്ങനെ എഴുതാം, 2 pi i by e എന്നുള്ള ഫോമിൽ വേണമെങ്കിൽ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിൽ ഏത് രീതിയിലാണ് നിങ്ങൾ എഴുതുന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഒരു പ്രോബ്ലം കൂടി ഇതുപോലത്തെ ചെയ്ത് കാണിച്ചു തരട്ടെ. മോഡ് Z + 1 = 1/2 എന്ന് പറഞ്ഞ പോലെ ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാവേ. അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി e⁻z by z dz എന്നാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് വേർ സി ഈസ് മോഡ് Z = 1. സി എന്ന് പറയുന്ന സർക്കിളാണ്, റേഡിയസ് 1 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ Z = 0 എന്നുള്ളതാണ് പോയിന്റ്. അത് തന്നിട്ടുള്ള കർവിനകത്താണോ പുറത്താണോ നോക്കണം. അപ്പോൾ അറ്റ് Z = 0. ദിഗൺ കർവ് എന്താണ്? മോഡ് Z തന്നിരിക്കുന്നത്. Z സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ മോഡ് 0 തന്നെയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. ഈ റേഡിയസിനേക്കാളും ചെറുതല്ലേ? റേഡിയസിനെ
1 ചെറുതായത് കാരണം ഇൻസൈഡ്. അല്ലെങ്കിൽ പടം വരച്ച് നോക്കുക. മോഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 1. അതിനകത്താണ് ഇസെറ്റ് ഈക്വൽ 0 എന്ന് പറഞ്ഞ് കിട്ടിയ പോയിന്റ്, അകത്തുള്ള പോയിന്റ് ഒറിജിനൽ അത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും റേഡിയസിനകത്തായത് കാരണം ഇൻസൈഡ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിച്ച് നോക്കാം. ദെയർഫോർ നമുക്ക് ഈ പോയിന്റിനാണ് മാർക്ക്. ഇസെറ്റ് ഇസ് ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് സി. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് മാർക്കുണ്ട്. ഇനി നമ്മൾ എന്ത് തിയറമാണ് യൂസ് ചെയ്യണേ? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എഴുതുന്നത്, എന്നിട്ട് മാത്രം പ്രോബ്ലം ചെയ്യുക. ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഫോർമുല എന്തുവാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് എ ഡി ഇസെറ്റ് ഇസ് ഈക്വൽ ടു 2πi into f of a if a lies inside C. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു ഇസെറ്റ് ബൈ ഇസെറ്റ് ഡി ഇസെറ്റ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 2πi into f of 0. ഈ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററിലുള്ള സംഭവം എന്തുവാണ്? ഇ റൈസ് ടു ഇസെറ്റ്. അപ്പോൾ എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസെറ്റ് എന്ന് എഴുതി. ഇസെറ്റിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്നാണ് പറയുന്നത്. ഇ റൈസ് ടു 0 എന്തുവാണ്? 1 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി? നമുക്ക് 2πi എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 3 പ്രോബ്ലം ഞാൻ ഡിനോമിനേറ്റർ ഒരൊറ്റ ഫാക്ടർ വരുന്ന തരത്തിലുള്ള 3 പ്രോബ്ലം ചെയ്തു. ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാം. ആദ്യത്തെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ തരട്ടെ. ഇവാലുവേറ്റ് integral over c e raised to minus 2z by z plus I dz, where modulus of z plus 2 is equal to modulus of z plus 2 is equal to 10 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് 10 ഉള്ള ഒരു സർക്കിളാണ് വന്നിരിക്കുന്നത്. മോഡ് ഇസെറ്റ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ സർക്കിളല്ലേ, വേർ സി ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇസെറ്റ് പ്ലസ് ഐ ഈസ് ഈക്വൽ ടു എന്തുവാണ്? 0. ഇസെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് കിട്ടി. ഈ പോയിന്റ് ഈ കർവിനകത്താണോ ഇല്ലയെന്ന് നോക്കണം. അപ്പം അറ്റ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ നമ്മൾ എടുത്തു. നമുക്ക് ആ കർവിനകത്താണോ ഇല്ലയെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടുത്തെ കർവ് എന്തുവാണ്? മോഡ് ഇസെറ്റ് പ്ലസ് 2 ആണ്. ഇസെറ്റിൻ്റെ സ്ഥാനത്ത് ഐ കൊടുക്കുമ്പോൾ മൈനസ് ഐ പ്ലസ് 2 എന്ന് കിട്ടും അല്ലേ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് ഫോർമുല. റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് 2, 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അതിൻ്റെ കൂടെയുള്ള സാധനം എന്താണ്? -1. -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 5. റൂട്ട് 5 എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരുന്നത്. വിച്ച് ഈസ് എന്തുവാണ്? ലെസ് ദാൻ 10 എന്നാണ് പറയുന്നത്. ദെയർഫോർ ഇസെറ്റ് ഈക്വൽ ടു മൈനസ് ഐ ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവിന് അകത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ? ദെയർഫോർ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് എ ഡി ഇസെറ്റ് ഇസ് ഈക്വൽ ടു 2πi into എഫ് ഓഫ് എ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു മൈനസ് 2z ബൈ ഇസെറ്റ് പ്ലസ് ഐ ഡി ഇസെറ്റ് എന്നുള്ളതായിരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 2πi into എഫ് ഓഫ് മൈനസ് ഐ. ഓക്കെ, നിങ്ങളുടെ എഫ് ഓഫ് ഇസെറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ്. അത് ഇ റേസ് ടു മൈനസ് 2z ആണ്. അപ്പോൾ ഇസെറ്റിന് പകരം നമ്മൾ മൈനസ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റേസ് ടു മൈനസ് 2 മൈനസ് ഐയും കൂടി ഇ റേസ് ടു 2i എന്നായി. സോ ദിസ് ഈക്വൽ ടു 2πi into ഇ റേസ് ടു 2i. ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും വന്ന എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതുമ്പോലെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ടാൻ ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് ഐ ഡി ഇസെറ്റ് വേർ സി ഈസ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0 +1 - 1 + 2i. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ ഉണ്ടായ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിത് തന്നിരിക്കുന്നത്. എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആദ്യം എന്താ ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യും. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? ഇസെറ്റ് മൈനസ് ഐ ഈക്വൽ ടു 0. അപ്പോൾ ഇസെറ്റ് ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. ഇനി നമ്മുടെ ജോലി ഇസെറ്റ് ഈക്വൽ ടു ഐ തന്നിട്ടുള്ള കർവിനകത്താണോ പുറത്താണോ എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം സർക്കിളാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സർക്കിളല്ല തന്നിരിക്കുന്നത്, സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇസെറ്റ് പ്ലെയിനിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ്, ഇയാൾ വൈ ആക്സിസ് ഇതേ വരച്ചു. 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒറിജിനാണ് നമ്മൾ 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0,0 +1 - 1 + 2y എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 2yയും -1 + 2yയും അല്ല എൻ്റെ മീനിങ്. 1 + 2y എന്ന് പറഞ്ഞാൽ അത് 1,2 ആണ്. -1 + 2y എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്തുവാണ്? -1,2 ആണ്. ഈ 1,2 എവിടെയാണ് വരിക? എക്സ് ആക്സിസിൽ 1 ഇവിടെയാണ്, വൈ ആക്സിസിൽ 2 ഇവിടെ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ് 1,2.
അപ്പോൾ അതേപോലെ -1, 2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ -1 ഇവിടെയാണ് വരുന്നത്, വൈ ആക്സിസിൽ 2 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ് നമുക്ക് എന്ത് -1, 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വെർട്ടെക്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രയാങ്കിൾ വരുന്നത്? ഇതാണ് ആ ട്രയാങ്കിൾ. ഓക്കെ, ഞാൻ ആ ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിനകത്താണോ z = i? z = i എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് IY = ആണ് i. അപ്പോൾ ഇവിടെ y = എന്തെന്നാണ് നമുക്ക് കിട്ടുന്നത്? 1. y ആക്സിസിൽ 1 എന്ന് പറയുന്ന ഈ പോയിന്റ് അല്ലേ. അപ്പോൾ z = i എന്നുള്ള പോയിന്റ് ഇതേ അകത്ത് വന്നു. 1 എന്നുള്ള പോയിന്റ് 0,1. z = i എന്ന് പറഞ്ഞാൽ 0,1 എന്നതിൻ്റെ അർത്ഥം. ആ പോയിന്റ് ഇത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്താ? തീർച്ചയായിട്ടും z = i ലൈസ് ഇൻസൈഡ് C. നമുക്കത് വരച്ച് നോക്കിയാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങാനും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു തന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്തുവാണ്? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്തുവാണ്? (c) f of z by z minus a dz is equal to 2 pi I into f of a. ക്വസ്റ്റ്യനിലുള്ളത് എന്താണ്? (c) f of z സ്ഥാനത്ത് tan z by z minus i dz is equal to 2 pi I into f of i. ഇവിടെ f of z എന്താ? ന്യൂമറേറ്ററിലുള്ള ആൾ tan z ആണ്. അപ്പോൾ ഇസെറ്റിന് പകരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് f of i ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം tan i എന്ന് കിട്ടുന്നുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi I into tan i എന്ന് നമ്മുടെ ആൻസറായി. അതവിടെ നിർത്തി. ഓക്കെ, ക്ലിയർ ആയാലും എങ്ങനെയാണെന്ന് എനിക്കിവിടെ ആകെ ആ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ സർക്കിൾ അല്ല തന്നെ, ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് വെർട്ടിസ് തന്നിട്ടുണ്ടായിരുന്നു. വെർട്ടിസ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്താണോ പുറത്താണോ എന്ന് നോക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇവാലുവേറ്റ് integral over c sin pi z by z minus 1 dz where c is mod z is equal to 1/2. Okay, നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യണം. നമുക്ക് എപ്പോഴത്തെയും പോലെ ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ z is equal to 1 എന്ന് കിട്ടി. ഈ പോയിന്റ് ഈ കർവിനകത്താണോ നോക്കണം. അപ്പോൾ at z is equal to 1 എടുക്കുമ്പോൾ mod z equal to 1/2 എന്താവും? mod z is equal to modulus of 1 which is equal to root of 1 square 1 തന്നെയാണ്. ഗ്രേറ്റർ ദാൻ 1/2 ആണ്. ആദ്യമായിട്ട് റേഡിയസിനേക്കാളും വലിയ പോയിന്റ് കിട്ടി. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? therefore z equal to 1 lies outside C. തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. z equal to 1 lies outside C. therefore outside C ആണെങ്കിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്തുവാണ്? therefore by കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഓവർ C sin pi z by z minus 1 dz is equal to 2 pi I into എന്താ പറയേണ്ടത്? പുറത്താണ് ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ ഓവർ C f of z by z minus a dz is equal to 0 if a lies outside C എന്ന് നമുക്ക് ഫോർമുല ഉണ്ട് അല്ലേ. അതനുസരിച്ച് ഇവിടുത്തെ z equal to 1 എന്ന് പറയുന്ന പോയിന്റ് പുറത്താണ്. അതുകൊണ്ട് ആ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്തായിപ്പോയി? 0 എന്നായിപ്പോയി. പെട്ടെന്ന് കിട്ടിയില്ല ആൻസർ. അപ്പം അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C cot z by z plus i dz where C is mod z plus 2 is equal to 1. ഓക്കെ, നമ്മളെല്ലാ പ്രോബ്ലമിലും നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം z is equal to -i എന്ന് കിട്ടും. ഈ പോയിന്റ് അകത്തുള്ള പോയിന്റാണെന്ന് നോക്കാം. അപ്പോൾ z is equal to -i നമ്മൾ എടുത്തു. ഇവിടെ തന്നിരിക്കുന്നത് mod z plus 2 ആണ്. അപ്പോൾ z സ്ഥാനത്ത് -i കൊടുക്കുമ്പോൾ -i plus 2 എന്ന് വരും. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 -iൽ ഇമാജിനറി പാർട്ടിൻ്റെ -1 ആണ്, അതിൻ്റെ സ്ക്വയർ 1 ആണ്. √5 എന്നാണ് കിട്ടുന്നത്. √5 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് വരണേ. വിച്ച് ഈസ് എന്തുവാണ്? ലെസ് ദാൻ which is greater than 1, sorry, which is less than അല്ല, which is greater than 1. ഈ കിട്ടുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ റേഡിയസ് ആണെങ്കിൽ നമ്മൾ എന്തെന്നാ പറയുക? ഔട്ട്സൈഡ് ദ കർവ് ആണ്. therefore z equal to -i lies outside C. കർവിന് പുറത്താണ്. അപ്പോൾ കർവിന് പുറത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താണ് വിളിക്കുന്നത്? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ C f of z by z minus a dz is equal to 2 pi I into f of sorry 2 is equal to 0. എപ്പോഴാണ് 0 ആവുന്നത്? if a lies outside C.
അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി ഇവിടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കോട്ട് ഇസെഡ് ബൈ ഇസെഡ് പ്ലസ് ഐ ഡി ഇസെഡ് ആയിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി 0 എന്ന് കിട്ടി. കാരണം എന്താ, ഇസെഡ് ഈക്വൽ ടു -i എന്നുള്ള പോയിന്റ് ഔട്ട് സൈഡ് സി ആയത് കാരണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പെട്ടെന്ന് ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മുടെ കയ്യിൽ ഫോമുല ബാക്കിയാണ്. ഏതാണ്, നമ്മൾ ഡെറിവേറ്റീവ് വന്നാൽ അതായത് ഡിനോമിനേറ്ററിൽ പവർ വന്നാൽ എങ്ങനെ പ്രോബ്ലം ചെയ്യണം എന്നുള്ള ഫോമുലാസ് ഉപയോഗിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഇനിയും ബാക്കിയാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ആയിരിക്കും. സപ്പോസ് നമ്മളെ ക്വസ്റ്റ്യൻ e⁻²z ബൈ z പ്ലസ് 1 the whole square dz ആണെന്ന് വിചാരിച്ചോളൂ. ഈ പോയിന്റ് അകത്താണ്. ഏത് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യണം, ഡെറിവേറ്റീവ് വന്നാൽ അതായത് പവർ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഒരു ഫോമിൽ നോട്ടൊന്നും വരയിരുത്തുന്നില്ല. ആ ഫോമിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ബാക്കിയാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം.